നമ്മൾ ജർമ്മനിയിലെ ഓസ്ബുർഗിൽ ഇറങ്ങി കേട്ടോ. രാവിലെ 7:30 എത്തി. ഇവിടെ 0 ഡിഗ്രിക്ക് കാണിക്കണതോ, എത്ര ഡിഗ്രി കാണിക്കണം? വലിയ തണുപ്പില്ല, പക്ഷെ തണുപ്പുണ്ട് കേട്ടോ. ഭയങ്കര കോടയായിരുന്നു. 7:30 സൂര്യ ഉദിക്കും എന്നാണ് കാണിക്കുന്നുണ്ട്. കണ്ടോ, കോട കുറഞ്ഞു തുടങ്ങി. നമ്മൾ വർത്താനം പറയുന്നുണ്ട്. കണ്ട, ഇതാണ് കേട്ടോ ജർമ്മനി. ജർമ്മനിയുടെ തെരുവോരങ്ങളിൽ നിന്നുകൊണ്ട് ബ്ലോഗർ. ഇതാണ് ജർമ്മനി. എന്താ കാണാൻ, ഇതാണ് ജർമ്മനി. അപ്പം ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് സുഹൃത്ത് വരും അല്ലേ. അപ്പം ഞങ്ങൾ അതുകൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആളിപ്പോൾ വരുന്നതാണ് മെസ്സേജ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം അങ്ങനെ ജർമ്മനിയുടെ തെരുവോരങ്ങളിൽ എനിക്ക് ചിരിക്കാൻ വയ്യ. എനിക്ക് നാട്ടിൽ നിന്ന് തൊട്ട് ചുമയുള്ളതാണ്. അതിങ്ങനെ രാവിലെ ഭയങ്കര കൂടുതലായിരിക്കും, രാത്രി കൂടി, പിന്നെ ഇനി വെയിൽ തെളിയാൻ കുറഞ്ഞു വരും. കഫമൊന്നുമില്ല, വെറുതെ ഇങ്ങനെ കുത്തി കുത്തി ചുമയ്ക്കുക. വില്ലൻ ചുമ, വില്ലനാണ് ചുമ. അങ്ങനെ എന്നാലും ഭാഗ്യത്തിന് സൺറൈസ് കാണുന്നുണ്ട്, അതൊരു സമാധാനം. തണുക്കുണ്ട്, എൻ്റെ കാലൊക്കെ തണുക്കുണ്ട്. 0 ഡിഗ്രിയാണ്, വെയിലുള്ളതുകൊണ്ടാണ് നമുക്ക് ഫീൽ ചെയ്യാത്തത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് നമ്മളെ കൂട്ടാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓസ്ബുർഗ് സ്റ്റേഷനിലാണ് കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇതെന്ന് പറയുന്നത് ജർമ്മനിയിലെ ബവേറിയ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലുള്ളതാണ്. ഇതിൻ്റെ ക്യാപിറ്റൽ മ്യൂണിച്ചാണ്. നമ്മൾ മ്യൂണിക്ക് എന്നൊക്കെ പറയും. ശരിക്കും എയർപോർട്ടിൽ വരികയാണെങ്കിൽ മ്യൂണിക്കിലേക്കാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ ഫ്ലിക്സ് ബസ്സിന് വന്നത് ഓസ്ബുർഗ് എന്ന് പറഞ്ഞ സിറ്റിയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവുകയാണ്. ഞാൻ ജർമ്മനിയുടെ വീഡിയോസ് എടുക്കാം, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇലകളൊക്കെ പഴുത്തു തുടങ്ങി കേട്ടോ. ശരിക്കും ആ ഒരു മഞ്ഞ കളർ വന്ന സമയം കഴിഞ്ഞ് ഇല നല്ലോണം പഴുത്തു. അപ്പം മഞ്ഞയും ചുമപ്പും പച്ചയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇലകളൊക്കെ നിൽക്കുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ കണ്ട് കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ കാറിലിരുന്നുകൊണ്ട് എടുക്കുന്നത് കേട്ടോ. അത് ശരിക്കും കാണുന്ന ഒരു ഭംഗി വീഡിയോയിൽ കിട്ടില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കാരണം പല കളറായിട്ട് ഇങ്ങനെ കാണാമല്ലോ. പിന്നെ കൂടുതലും പൈൻ മരങ്ങളാണ് കേട്ടോ. ഈ പൊക്കത്തിൽ നിൽക്കുന്നതെല്ലാം പൈൻ മരങ്ങളാണ്. അപ്പോൾ അത് പക്ഷേ ഈ പൈൻ മരമായിട്ട് നിൽക്കുന്നതെല്ലാം ഗ്രീനായിട്ട് തന്നെ നിൽക്കുള്ളൂ. അതങ്ങനെ അധികം പഴുക്കില്ല. അധികം നല്ല അത് പഴുക്കില്ല. അത് എവർഗ്രീനാണ്, എപ്പോഴും അങ്ങനെ പച്ച കളറിൽ തന്നെ നിൽക്കുക കേട്ടോ. ഇല കൊഴിയൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഇനി വിൻ്റർ സീസൺ ആയില്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഈ നവംബർ അവസാനം ഡിസംബറോട് കൂടി ഈ പൈൻ മരങ്ങളിലെല്ലാം മഞ്ഞ് വീണിട്ട് നമ്മളിങ്ങനെ വിൻ്ററിൻ്റെ ഇതിനകത്തൊക്കെ സീനറീസിലൊക്കെ കാണുമല്ലോ, ഇങ്ങനെ പൈൻ ഷേപ്പിൽ മഞ്ഞ് വീണ് നിൽക്കുന്നത്. അപ്പോൾ സ്നോഫോൾ ഉണ്ടാകുമ്പോൾ ഈ പൈൻ മരത്തേൽ മഞ്ഞ് വീണിട്ട് പൈൻ വെള്ള കളറിൽ നിൽക്കും. നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആ സമയത്ത്. ഞങ്ങൾ രാവിലെ 8:30ക്കാണ് ഓസ്ബുർഗിൽ ഇറങ്ങിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറുകയാണ് കേട്ടോ. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രെഡിൻ്റെ കുറേ വെറൈറ്റികളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങിയ കട കാണിച്ചു തരാം. ഓ, നമ്മുടെ ആള് ജർമ്മനിൽ ഗുഡൻ മോർഗൻ എന്നൊക്കെ അവരോട് പറഞ്ഞിട്ട് വിഷ് ചെയ്യണു. ആള് ജർമ്മൻ ഭാഷയൊക്കെ പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്കൊന്നും അറിയില്ല, ഞാൻ ഹായ് എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് അവരോട് ജർമ്മൻ ഭാഷയിൽ തന്നെ സംസാരിക്കണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കുറേ വെറൈറ്റി ബ്രെഡൊക്കെ വാങ്ങി. ഞാൻ ബ്രെഡ് ഫാൻ ആയതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ടു. നമ്മൾ ജർമ്മനിയിലെത്തി, ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകട്ടോ. കുറേ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇത് വീഡിയോ വരിക ജർമ്മൻ ഫുഡുകൾ. നമ്മൾ ഫിൽറ്റർ കോഫിയാണ് ഉണ്ടാക്കിയത്. കോഫി മെഷീനിൽ ഉണ്ടാക്കിയതാണ്.
നമുക്ക് ധാരാളം പഞ്ചസാര വേണം. പക്ഷേ ജർമ്മൻകാരും നമ്മുടെ ഇവിടുന്ന് പോയിട്ടുള്ള മലയാളീസും അവരൊന്നും പഞ്ചസാര ഉപയോഗിക്കില്ല കേട്ടോ. പഞ്ചസാര ഉപയോഗിച്ച് കഴിഞ്ഞാൽ കോഫിയുടെ യഥാർത്ഥ ടേസ്റ്റ് പോകുമെന്നാണ് പറയണത്. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് ചായയും പഞ്ചസാര ഇല്ലാതെ ഉപയോഗിച്ചാലാണ് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ എന്ന്. പക്ഷേ അതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. നമ്മളങ്ങനെ കഴിച്ച് പഠിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുമായിരിക്കും കേട്ടോ. പക്ഷേ നമുക്ക് മധുരമില്ലാതെ ചായയും കാപ്പിയും ഉപയോഗിക്കുന്നത് ശീലമില്ലാത്തത് കൊണ്ട് നമ്മൾ എന്താ പറയുക, ധാരാളമായി പഞ്ചസാര ഇട്ടിട്ടാണ് കഴിച്ചത്. അപ്പോൾ ഇനി നമുക്ക് ഈ ബ്രെഡും പിന്നെ അതുപോലെ നമ്മുടെ ബേക്കൺ, പലതരത്തിലുള്ള മീറ്റ് ആണ് കേട്ടോ അത്. ബേക്കൺ എന്ന് പറയുമ്പോൾ പോർക്ക് മീറ്റ് ആയിരിക്കും. അത് പല രീതിയിലുള്ളതുണ്ട്. ആ ചുമപ്പ് കളറിൽ കാണുന്നത് അതിൻ്റെ സൈഡിൽ കുരുമുളക് ഒക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ളതാണ്. നമുക്ക് ബട്ടറുണ്ട്, ചീസുണ്ട്. ചീസ് തന്നെ പല വെറൈറ്റി ഉണ്ട്. എഗ്ഗ് പുഴുങ്ങിയതുണ്ട്. പിന്നെ ഈ ബേക്കൺ തന്നെ പല വെറൈറ്റി ഉണ്ട് കേട്ടോ. ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെ കഴിക്കണേന്ന് നോക്കാം. അങ്ങനെ കാപ്പിയും ബ്രെഡും ബേക്കണും ഒക്കെ കഴിച്ച് നമ്മൾ നല്ല ഫിറ്റായിട്ടുണ്ട്. കുറേ നേരം വർത്താനമൊക്കെ കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാൻ വേണ്ടി ഇറങ്ങാം കേട്ടോ. ഓസ്ബുർഗ് ടൗണിലേക്ക് എവിടേക്കെങ്കിലും പോകാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുറത്ത് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ഫ്രണ്ട് വശമാണ് കേട്ടോ. അപ്പോൾ നല്ല വെയിലൊക്കെ തെളിഞ്ഞ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സമയമാണ്. അപ്പോൾ നമ്മൾ എന്തായാലും പുറത്ത് പോവാണ്. ആ വഴിക്ക് പോയി ഈ കയറി പോവലേ എന്തോരം സ്റ്റെപ്പുകളാണ് അവിടെ. ഫുള്ള് സ്റ്റെപ്പാണ്. ചില സ്ഥലങ്ങളിൽ മാത്രമാണ് കാറിലിരുന്ന് നല്ല കത്തിയടിയാണ് കേട്ടോ. ഞങ്ങൾ ഫ്രാൻസിൽ പോയ വിശേഷവും ആർക്ക് ഡി ട്രയംപോൻ്റെ സ്റ്റെപ്പ് കയറിയായിരുന്നു. അതിൻ്റെ സ്റ്റെപ്പ് കയറിയ വിശേഷവും പിന്നെ ഐഫിൽ ടവർ കാണാൻ പോയതും ആ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കണേ. അതൊക്കെ നല്ല അനുഭവമായിരുന്നു. ഞാൻ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഫ്രാൻസിൽ ഞങ്ങൾ പോയതിൻ്റെ വിശേഷങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അത് കാണണം. അത് കഴിഞ്ഞിപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫ്ലിക്സ് ബസ്സിനാണ് ഫ്രാൻസിൽ നിന്ന് നമ്മൾ ജർമ്മനിയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ജർമ്മനിയിൽ നമ്മളിത് 4 ദിവസം ഉണ്ടായിരിക്കും കേട്ടോ. ജർമ്മനിയിൽ മ്യൂണിക്ക്, ഓസ്ബുർഗ്, റൈറ്റ്നാവ് അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങൾ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് സ്വിറ്റ്സർലൻഡിലേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ബോർഡർ പ്രദേശമായിട്ട് വരും. അതുകൊണ്ടാണ് അങ്ങനെ സ്വിറ്റ്സർലൻഡ് വഴി നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ 4 ദിവസത്തെ ഇവിടുത്തെ ജർമ്മൻ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നല്ല ഭംഗിയില്ലേ, പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല ഗ്രീൻ കളറിൽ കിടക്കണതാണ് കേട്ടോ. ഇനി ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ സമ്മറിലാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. ഇപ്പോൾ സമ്മർ കഴിഞ്ഞ് വിൻ്ററിലേക്ക് കയറിയതുകൊണ്ട് ആ ഗ്രീനിൻ്റെ കളറൊക്കെ ഇങ്ങനെ പഴുത്തു തുടങ്ങി. ഇവിടെ കൂടുതലായിട്ടും മൃഗങ്ങൾ, അതായത് പശു, ആട് അങ്ങനെയുള്ള സംഭവങ്ങളാട്ടോ. ഇവർ ഫാമുകളാണ് കേട്ടോ കൂടുതലും. കാരണം ഇവർക്ക് ഇത്രയും പച്ചപ്പുണ്ടല്ലോ. അപ്പോൾ അതിലവർ കൂടുതലും ഫാമിംഗ് ആണ് കൂടുതലും ഇവരുടെ ഉപജീവന മാർഗ്ഗം. പിന്നെ വലിയ വലിയ കമ്പനികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്ത് ഭംഗിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നുള്ളത് നമ്മൾ കണ്ട് തന്നെ അനുഭവിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് ഹിറ്റ്ലറിൻ്റെ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പുണ്ട് ഈ ഓസ്ബുർഗ് അടുത്ത്. അപ്പോൾ നമ്മൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പാണ്. ഒത്തിരി പട്ടാളക്കാരെ നല്ല ഒത്തിരി ആളുകളെ, ക്രിസ്ത്യൻസിനെയൊക്കെ അവിടെ കൊണ്ടുവന്ന് ആ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ താമസിപ്പിച്ച് അവിടെ വിഷപ്പുക ശ്വസിപ്പിച്ച് കൊലപ്പെടുത്തി അവരെ അവിടെ തന്നെ ക്രിമേഷൻ നടത്തി. അങ്ങനെ ഹിറ്റ്ലർ ചെയ്ത ഒരു ക്രൂരപ്രവൃത്തിയുടെ ഒരു പ്രതിഫലനം ഇപ്പോഴും അവർ സൂക്ഷിച്ചിട്ടുണ്ട് നമുക്കിപ്പോൾ പോയി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അവിടെ എത്തി വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് സാരമൊന്നുമില്ല. അല്ല തുറക്കൊന്നും ഇന്ന് തുറന്നേ. നമ്മൾ UK അല്ല, സോറി. ഓ അങ്ങനെ. ടേക്ക് ഓഫാണ്. പോയി പൊങ്ങി പോവാ. ടേക്ക് ഓഫ് അല്ലേ. നമ്മൾ മ്യൂണിച്ചടുത്തുള്ള ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് ഹിറ്റ്ലറിൻ്റെ, അത് കാണാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ. ടേക്ക് ഓഫ് ഞാൻ കണ്ടു. അതൊക്കെ എൻ്റെ ക്യാമറ കണ്ണുകളിൽ
ചേട്ടായി ഭയങ്കര ഭാഷ ഭയങ്കര ഇൻട്രസ്റ്റ് ആൾക്ക്. നിനക്ക് ഇച്ചിരി ഇൻട്രസ്റ്റ് ആണെന്ന് ഉറക്കെ പറയുന്നു. ഏതാ സ്ഥലം? ദാഹാവു എന്ന സ്ഥലത്താണ് ഉള്ളത്. പോകുന്നത് ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു സ്ഥലമാണ്. എന്താണ് ചരിത്രം? ചരിത്രം ഹിറ്റ്ലർ കുറേ ഹിറ്റ്ലർ യൂതന്മാരെ വധിച്ച സ്ഥലമാണ്. ഒത്തിരി മനുഷ്യരെ വധിച്ച ആള് കുറേ പേരെ വധിച്ചിട്ടുണ്ട്. അതിൽ ഇവിടെ ഈ ഒരു സ്ഥലത്ത് അവരുടെ കോൺസെൻട്രേഷൻ ക്യാമ്പ് ഉണ്ടായിരുന്ന സ്ഥലമാണ്. ക്യാമ്പിൽ കുറേ പേരെ കൊന്നു. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അവരാ സ്ഥലം അങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. അപ്പം നമ്മളത് കാണാനാണ് പോകുന്നത്. ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. അതിന് നല്ലത് ഇവിടുത്തെ പ്രകൃതി ഭംഗിയാണ്. ഞാൻ അതാണ് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല പഴുത്ത മരങ്ങളും പൂക്കളും ഇലകളും. ബോർഡ് വേണ്ട, ജർമ്മൻ ഭാഷയിലാണ് ബോർഡ് എടുത്തിട്ടുണ്ട്. അവിടെ എന്തോ ക്ലീനിങ്ങോ പുല്ലുവെട്ടലോ എന്തൊക്കെ നടക്കുന്നതിൻ്റെ സൗണ്ട് കേട്ടോ. ഭയങ്കര സൗണ്ടായിരുന്നു ഞങ്ങൾ കയറി ചെല്ലുന്നവിടെ. പിന്നെ ഉള്ളിലേക്ക് പോകുമ്പോൾ സൗണ്ടില്ല. ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. പിന്നെ അവർ നശിപ്പിച്ചും കളഞ്ഞിട്ടുണ്ട്. അവർക്ക് ഹിറ്റ്ലറിനെ കുറിച്ച് ഓർക്കാനോ അങ്ങനെയൊന്നും വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് അവരിന്ന് ആദ്യം പ്രാധാന്യം കൊടുത്തിട്ടില്ല. അപ്പോൾ കുറച്ച് ഭാഗങ്ങളൊക്കെ അവർ നശിപ്പിച്ച് കളഞ്ഞും നശിച്ചു പോയതുമായിട്ടുണ്ട്. ചില ഭാഗങ്ങളൊക്കെ അവരിപ്പോൾ റിക്കൺസ്ട്രക്റ്റ് ചെയ്തിട്ട് പണ്ടുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് അവർ ഫോട്ടോയൊക്കെ വെച്ച് റിക്കൺസ്ട്രക്റ്റ് ചെയ്ത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ആക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് മുഴുവൻ അതിൻ്റെ ഭാഗമായിട്ടുള്ള കെട്ടിടങ്ങളാണ്. ഇപ്പോൾ അവരിങ്ങനെ അതിങ്ങനെ തിരിച്ചിട്ടിരിക്കുകയാണ്. അന്ന് ഇതിങ്ങനെ സിമൻറ്റ് പൂശിയ കെട്ടിടങ്ങളൊന്നും ആയിരുന്നിരിക്കില്ല. ഇപ്പോൾ പിന്നീട് അത് സെറ്റ് ചെയ്തതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റിയ കുറേ ഭാഗങ്ങളൊക്കെ റീകൺസ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പഴയ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ എത്തുമ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, 1942, 43, 44 ഇത് യൂസ് ചെയ്തിരുന്നതാണ്. കണ്ടോ, ഇവർ പഴയ ഫോട്ടോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ക്യാമ്പിൻ്റെ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ബിൽഡിങ് കുറേയൊക്കെ അവർ പുതിയതായിട്ട് പഴയ ആ ഒരു ഫൗണ്ടേഷനിൽ തന്നെ അവർ പുതിയതായിട്ട് കെട്ടിടം പണിതിട്ടുണ്ട്. നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിന് മുമ്പിലേക്ക് പോകുമ്പോൾ ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഞാൻ കാണിച്ചു തരാം. ഇത് ചരിത്രത്തിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്കാണ് ഇതിൽ കൂടുതൽ ഒരു ഇഷ്ടം ഉണ്ടാവുക കേട്ടോ. പണ്ടൊക്കെ എനിക്കിങ്ങനെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള സംഭവം പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര അന്നൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ പിന്നെ അത് വലിയ താല്പര്യമില്ലാണ്ടായി. ഈ പഴയ സാധനങ്ങൾ കണ്ടുകൊണ്ടിരുന്നിട്ട് നമുക്ക് എന്താ കാര്യം, അങ്ങനെ ഒരു ചിന്തയിലായി ഇപ്പോൾ. പക്ഷേ ചരിത്രം പഠിക്കുന്നവരും ചരിത്രത്തിൽ താല്പര്യമുള്ളവർക്കും ഇതൊക്കെ ഭയങ്കര സംഭവം കേട്ടോ. അന്ന് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഹംഗറിയൻ പ്രിസണേഴ്സ്, പോളിഷ്, ഗ്രീക്ക്, ഫ്രഞ്ച്, അതായത് യഹൂദന്മാരെ മുഴുവൻ കൊന്നെടുക്കാനുള്ളൊരു പരാക്രമത്തിലായിരുന്നു പുള്ളി. അവിടെ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ഇവിടെ പീഡിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നത് അന്നത്തെ ഒരു ജയിൽ പോലെ ഉപയോഗിച്ചിരുന്ന ഗേറ്റാണ്. അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ് അവിടെ. ഇതൊക്കെ അന്ന് ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ അവർക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത് അവർ പ്രിസർവ് ചെയ്തിരിക്കുകയാണ്. ആയിരിക്കുമോ? ആ ഇതെല്ലാം ഇങ്ങനെ കോൺസെൻട്രേഷൻ ക്യാമ്പിൻ്റെ കെട്ടിടങ്ങളാണ് ഇവിടെ. ഈ ഒരു കെട്ടിടം നശിച്ചു പോയതായിരുന്നു. അവരുടെ ഡോർമെട്രി ആയിരുന്നു. അവർ കിടന്നുറങ്ങുന്ന സ്ഥലമായിരുന്നു. ഇത് 1965 റീകൺസ്ട്രക്ട് ചെയ്തിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതെല്ലാം റീകൺസ്ട്രക്ട് ചെയ്താട്ടോ. പഴയതല്ല, മറ്റേ റീകൺസ്ട്രക്ട് എന്താ പറഞ്ഞാൽ മറ്റേ പെയിൻ്റൊക്കെ അടിച്ച് ബാത്റൂമായിട്ട് ഉപയോഗിക്കും. മറ്റേ കഴുകാനുള്ള മാത്രമല്ല കുളിക്കാനും വേണ്ടിയിട്ടൊക്കെയുള്ള എന്നിട്ട് ഇവിടുന്ന് വെള്ളം പിടിച്ചൊഴിക്കുക. അതിൽ വന്നോ താഴെ ചാടിക്കൊണ്ടിരിക്കും. താഴി കിടന്ന ഇതിനകത്ത് വെള്ളം ഉണ്ടാവും, താഴേക്ക് ചാടുന്നുണ്ടാവും. പാവങ്ങളല്ലേ. ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യണേ? ഓ, നല്ല സൂപ്പർ. അവസരം കൊല്ലുന്ന പറഞ്ഞാൽ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട്
മനോഹരമാണ് ഈ പ്രപഞ്ചം. ദൈവത്തിന് ഓ അല്ല അവിടെ ഒരു സിനഗോഗ് പോലെ ഇങ്ങനെ അടിയിലേക്ക് പ്രാർത്ഥന. ആ പ്രയർ നടന്നിരുന്ന സ്ഥലമാണ് ആ. ഇത് ഏക്കർ കണക്കിനുണ്ട് കേട്ടോ. ഇവിടെയുള്ള ഫ്രഞ്ചുകാർക്ക് ഇവരോട് ഈ ഹിറ്റ്ലറിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് അതെല്ലാം അവർ നശിപ്പിച്ച് കളഞ്ഞതാണ്. പക്ഷെ അതിൻ്റെ തറകൾ അവരവിടെ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ കോഴിക്കോട് പണിയണ പോലെ ഇങ്ങനെ പണിത് ഈ തടങ്കലിലാക്കിയപ്പോൾ ആൾക്കാർ അതിനകത്ത് താമസിപ്പിച്ച് കുറേ പേരെ കൊന്നു കളഞ്ഞ് അങ്ങനെ. സിനഗോഗും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു സിനഗോഗിലേക്കാണ് നമ്മൾ പോണത്. അന്നത്തെ പ്രാർത്ഥിക്കാനുള്ള മുമ്പ് കണ്ടതും അത് തന്നെ. അപ്പോൾ ഇത് കണ്ടോ, ജർമ്മൻ ഭാഷയിലാട്ടോ എഴുതി വെച്ചേക്കണം. അതുകൊണ്ട് എന്താണെന്ന് നമുക്കറിയില്ല, ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കാം. സങ്കീർത്തനം 9:21 എഴുതിയിരിക്കുന്നത് ഇവിടെ. ഇതൊക്കെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ഭൂമിയുടെ അടിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ളൊരു സംവിധാനം, തിരിയൊക്കെ കത്തിക്കാനുള്ളത്. സിനഗോഗാണ് തിരികൾക്കുള്ള. വൃത്തിക്കാണ്. ഇത് കിടങ്ങാ തോന്നുന്നു. പട്ടാളക്കാർ അല്ലെങ്കിൽ ആളുകൾ ഇവിടുന്ന് രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള കിടങ്ങും വെള്ളവും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് ചാടുമ്പോൾ സൗണ്ട് കേൾക്കുമല്ലോ അല്ലേ? ആ അതെ, വീണ്ടും ഇത് പുതുക്കി പണിതേക്കണേന്ന് തോന്നുന്നു അല്ലേ? പിന്നീട് പണിത ജീവനോടെ കൊന്നേച്ച് കത്തിച്ച് കളയും. ക്രിമറ്റോറിയം നമ്മളിപ്പോൾ ചെയ്യണ പോലെ അല്ലേ? അന്നേ പുള്ളി ഈ സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളെ സ്ട്രെച്ചർ പോലത്തെ സാധനം എടുക്കുന്നത്. ഇതിൽ ഈ കാണുന്ന സ്ട്രെച്ചറും കാര്യങ്ങളൊക്കെ അന്ന് ഹിറ്റ്ലറിൻ്റെ നാളിൽ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ്. ഇപ്പോൾ ഈ കെട്ടിടം അവർ റീകൺസ്ട്രക്ട് ചെയ്ത് നമുക്ക് കാണിച്ചു തരുന്നതാണ് കേട്ടോ.
ക്രിമേറ്ററിന് മുമ്പ് ഇവിടെ വയ്ക്കും. ഇവിടെ കൊണ്ട് സ്റ്റോർ ചെയ്യും. എടുത്ത് സൗകര്യം പോലെ ക്രിമേറ്റ് ചെയ്യും. എന്തൊരു പാടം. നമ്മൾ ബാക്കിൽ നിന്നാണ് കണ്ടത്. കാരണം വെച്ചാൽ ആദ്യം നമ്മൾ ക്രിമറ്റോറിയം കണ്ടു, അതിനുശേഷം കണ്ട റൂമിലാണ് ഡെഡ് ബോഡികൾ കൂട്ടി വയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന റൂമെന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇത് കാണിക്കുമ്പോൾ കണ്ടോ, മുകളിൽ ഓരോ ഹോള് കണ്ട് ആ ഹോളിൽ കൂടെ വിഷപ്പുക ഈ റൂമിലേക്ക് വിട്ടിട്ട് ഈ റൂമിൽ വെച്ച് ശ്വാസം മുട്ടിച്ചിട്ടാണ് ഇവരെ കൊല്ലുന്നത്. കൊന്നതിന് ശേഷം ഇവിടെ തന്നെ ഓരോരുത്തരെ ആയുധം കയറ്റിയിട്ട് കത്തിക്കും. അതൊക്കെ നശിച്ചു പോയത് വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്ത് നമുക്ക് ഡെമോൺസ്ട്രേഷൻ തരാൻ വേണ്ടിയിട്ട്, ഇങ്ങനെയൊക്കെ നടന്നിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് അവർ പിന്നെ പണിതിരിക്കാനാണ് അതൊക്കെ ഒറിജിനൽ തന്നെ സാധനങ്ങൾ. കെട്ടിടം അവർ റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. കളർ അടിച്ചതൊക്കെ ഒരു ഒറിജിനലായിട്ട് പിക്ചർ എടുത്തായിരിക്കും അല്ലേ? പാവങ്ങളെ ഭക്ഷണം കിട്ടാണ്ട്. ബ്രെഡിൻ്റെ മയമാണ് ഇവിടെ. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഓസ്ബർഗിൽ തന്നെയുള്ള മരിയൻ ഫ്ലാറ്റ്സ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. അവിടെ വലിയ പ്രധാനപ്പെട്ട യോഗങ്ങളും കാര്യങ്ങളും എല്ലാം നടക്കുന്ന ഒരു സ്ക്വയർ, ഇപ്പോൾ വത്തിക്കാൻ സ്ക്വയർ എന്നൊക്കെ പറഞ്ഞ പോലെ ഈ മരിയൻ ഫ്ലാറ്റ്സ് എന്ന് പറഞ്ഞ ആ സ്ഥലത്താണ് കേട്ടോ അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വരുമ്പോൾ ജനങ്ങൾ ഒന്നിച്ചു കൂടുന്നൊരു സ്ഥലമാണത്. അവിടെയുള്ളൊരു പള്ളിയുടെ അവിടെ ഇങ്ങനെ ബെല്ലടിക്കും. ഈ 5:30 ബെല്ലടിക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീഹന്മാർ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരു കോഴി ഒക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ കുറച്ച് സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അത് ആ ബെല്ലടിക്കുന്ന സമയത്ത് അവരെല്ലാം ഡാൻസ് കളിക്കും, കോഴി കൂവും, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. പക്ഷേ ഈ സമയം വിൻ്റർ സീസണായിട്ട് പ്രഖ്യാപിച്ചതുകൊണ്ട് ഇപ്പോൾ ഈ 5:30 മണിയടിക്ക് അത് ഉണ്ടായിരുന്നില്ല. ഞങ്ങളത് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ വെയിറ്റ് ചെയ്തത്. കണ്ടോ, ഒത്തിരി ആൾക്കാരത് കാണാൻ വേണ്ടി വന്ന് അവിടെ കൂടി വരുന്നുണ്ട് ആൾക്കാർ 5:30 ആയപ്പോൾ. പക്ഷെ അത് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. ഈ വിൻ്റർ സീസൺ പ്രമാണിച്ച് അവർ ഉച്ചയ്ക്ക് മാത്രമേ ഉള്ളൂ, ഈവനിങ് ഇല്ല. അത് നമുക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിന്നു കുറച്ച് നേരം. ഇത് ഓസ്ബർഗ് അല്ല, മ്യൂണിച്ചാണ് കേട്ടോ. മ്യൂണിച്ചിലുള്ള ഒരു ടൗൺ ഹാൾ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സംഭവമാണിത്. ഇത് കാണാൻ എന്തോരം ആൾക്കാരല്ലേ. 1957 അങ്ങനെ എന്തോ തുടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇത്. ചരിത്രമൊക്കെയുള്ള ഒത്തിരി ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് ഒത്തിരി സഞ്ചാരികളും ഇവിടെ വരുന്നുണ്ട്. അതാണ് കേട്ടോ ഇത്ര തിരക്ക്. ഈ ഒരു സമയമായിരിക്കും ഭയങ്കര തിരക്കായി. പക്ഷെ നമുക്കത് കാണാൻ പറ്റിയില്ല. ശരിക്കും ഇങ്ങനെയൊക്കെ ഓരോ ചരിത്രം ഉറങ്ങുന്ന സ്ഥലങ്ങളൊക്കെ നമ്മുടെ നാടുകളിലും നമ്മളിങ്ങനെ സൂക്ഷിക്കുകയാണെങ്കിൽ അതൊക്കെ പിന്നീട് ഒത്തിരി നമുക്കൊരു ടൂറിസ്റ്റ് കാര്യത്തിന് വേണ്ടി അത് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പം നമ്മൾ പോയ രാജ്യങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും ചരിത്ര പ്രാധാന്യമുള്ള സംഭവങ്ങളെല്ലാവരും അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. അതൊന്നും ഇടിച്ച് പൊളിച്ച് കളയുന്നില്ല, അത് മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. ഒത്തിരി പഴക്കമുള്ള കെട്ടിടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്കും അങ്ങനെയുള്ള പഴമ അല്ലെങ്കിൽ ചരിത്രം വിളിച്ചോതുന്ന സംഭവങ്ങളൊക്കെ നിലനിർത്തുകയാണെങ്കിൽ അതുകൊണ്ട് പിന്നീട് ടൂറിസത്തിന് നല്ലൊരു സ്കോപ്പുള്ള കാര്യങ്ങളാണ് കേട്ടോ. എനിക്കങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നി. എന്തായാലും നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. എല്ലാ ആൾക്കാരും മേപ്പോട്ട് നോക്കി വെയിറ്റ് ചെയ്യുകയാണ് ഈ സംഭവം ഡാൻസ് കളിക്കുന്നത് നോക്കിയിട്ട്. ഡാൻസ് കഴിച്ച് കഴിഞ്ഞ് ഏറ്റവും മുകളിലിരിക്കുന്ന കുഞ്ഞു കോഴി കൂവോ എന്തോ ചെയ്യും. അങ്ങനെ ടൗണിലൊക്കെ കുറച്ച് നേരം ചുറ്റി നടന്ന് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ഇൻഡോ ജർമ്മൻ. ജർമ്മൻകാർ ഉപ്പും മുളകില്ലാതെ കഴിക്കും. നമ്മളിപ്പം മുളക് ഇട്ട് കഴിക്കും. ഇത് ഇന്ത്യൻ ആയതുകൊണ്ട് അതിൻ്റെ പുറമേ ഉള്ള
നമ്മൾ പോർക്കും പിന്നെ ചിക്കനും ഒക്കെ വാങ്ങിച്ച് ഗ്രില്ല് ചെയ്യാണ്. അപ്പോൾ ഇതൊരു വെറൈറ്റി പോർക്കാണ് കേട്ടോ. ഹണി ഗ്ലേസ്ഡ് റിബാണ്. ഇത് ഹണി എന്താ പറയുക, ഹണിയിൽ മുക്കിയെന്ന് പറയാമല്ലോ, അങ്ങനെ. ഇതിന് ചെറിയൊരു മധുരമാണ് കേട്ടോ കഴിക്കുമ്പോൾ. ഗ്രില്ല് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്. നല്ല എരിവ് മാത്രം ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടില്ല, പക്ഷേ ഇതിനൊരു വേറെ ടേസ്റ്റാണ്. എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ചോറ് നല്ലതായിട്ട് കഴിക്കണം. ചോറിന് പകരം ഇവർക്ക് സ്റ്റാർച്ചിന് വേണ്ടിയിട്ട് യൂറോപ്യൻസ് പൊതുവേ കഴിക്കുക പൊട്ടറ്റോ ആണ്, അതായത് കിഴങ്ങാണ്. അപ്പോൾ കിഴങ്ങും അതുപോലെ സാലഡ്, അതുപോലെ നോൺ വെജ്, അങ്ങനെയാണ് അവരുടെ മെയിൻ ഫുഡ് വരിക. അപ്പോൾ നമ്മളങ്ങനെ ജർമ്മൻ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഈ കടകളിലൊക്കെ കോഫി കടകളിലൊക്കെ മെഷീൻ ഇതുകൊണ്ട് പിന്നെ വലിയ കടകളിലൊക്കെ വലിയ മെഷീൻ. ഉണങ്ങിയ വർഷത്തിലെ ഫ്രൂട്ട്സ് പറിക്കുക കേട്ടോ. ഉണ്ടോ, മരം ഫുള്ളും ഇല കൊഴിഞ്ഞു, ഓട്ടം ആയതുകൊണ്ട്. അത് അവസാനത്തെ ആയില്ലേ, ഇലയില്ലല്ലോ. ഇന്ന് ഫുള്ള് മഞ്ഞാട്ടോ, കോടാമഞ്ഞിൻ താഴെയിൽ. മഴയില്ല, പക്ഷെ നല്ല മഞ്ഞ. എന്നാലും നല്ല വെയിലായിരുന്നു. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നുള്ള വ്യൂ ആണ് കേട്ടോ അതൊക്കെ. ഇവിടെയാണ് കേട്ടോ നമ്മൾ താമസിച്ചത്. ഇതൊക്കെ എന്തോ ഫ്രൂട്ട്സ് മരമാണ് തോന്നുന്നു, എന്താണെന്നറിയില്ല. ഇന്ന് ഫുള്ളൊരു മൂടിയ ദിവസം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നമ്മൾ കത്തീഡ്രൽ പള്ളിയിലാണ് പോയിരിക്കുന്നത്, ഓസ്ബുർഗിൽ. അവിടെ ചെന്നപ്പോൾ പള്ളിയുടെ പുറകിൽ എന്താ പറയുക, ഇങ്ങനെ ബിഷപ്പുമാരെയൊക്കെ അടക്കം ചെയ്യുന്ന ഒരു സ്ഥലം പള്ളിയുടെ പുറകിൽ, പള്ളിയോട് ചേർന്നായിട്ടുള്ളതാണ് കേട്ടോ. ഒരു സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങിയിട്ടാണ് ഈ ഒരു സ്ഥലം ഉള്ളത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ പഴയ കാലത്തെ രൂപങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ കുറേ പേരെയൊക്കെ അടക്കം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ കാണിച്ചിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊന്ന് ഇറങ്ങിയിട്ട് അതിൽ കയറി നമുക്ക് തിരിച്ച് വീണ്ടും പള്ളിയുടെ ഉള്ളിലേക്ക് തന്നെ കയറാൻ പറ്റും. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. തന്നെ ഇട്ടായി വൈകുന്നേരമായി. സമയം 4 മണിയായി. അതെ, 4 നമ്പർ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ പള്ളിയുടെ മുമ്പിലാട്ടോ. ചേച്ചി നിൽക്കണോ, കുറഞ്ഞു നിൽക്കാം. ഞാൻ ജസ്റ്റ് ആണ് കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ പള്ളി. ആ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ഒറിജിനലായിട്ടുള്ള പിക്ചർ ഇവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും നിയോഗങ്ങളൊക്കെ പ്രാർത്ഥിക്കണമെങ്കിൽ കുരുക്കുകൾ അഴിക്കാൻ വേണ്ടിയിട്ട് മാതാവിൻ്റെ മധ്യസ്ഥ യാചിച്ച് വിശ്വാസമുള്ളവർക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. എനിക്കങ്ങനെ അവിടെ പോയിട്ട് മാതാവിൻ്റെ ആ ഒരു പിക്ചറിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനുള്ളൊരു ഭാഗ്യം വന്നിരിക്കുക കേട്ടോ. ലിഡിൽ, ജർമ്മൻ കമ്പനിയാണ് ലിഡിൽ. അപ്പോൾ ലിഡിൽ, ജർമ്മൻ ഒറിജിനൽ ലിഡിൽ നോക്കാം.
ഓ എൻ്റെ അമ്മയെ ക്രിസ്മസ് ആയിട്ട് നമുക്ക് ഉണ്ടോ. അത് ഒറിജിനൽ ചെടിയാണ് കേട്ടോ, ഒറിജിനൽ ഫ്ലവറാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ ഇതുണ്ട്, പക്ഷെ ഇവിടെ കണ്ടോ. ഓ പുളിപ്പുളി. യോഗട്ടൊന്നും വേണ്ട. ഇവിടുത്തെ മെയിനായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ആണ് കേട്ടോ ഈ ബ്രെഡിൻ്റെ തന്നെ പല 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 വെറൈറ്റികൾ. അപ്പോൾ നമ്മളതും പിന്നെ അതുപോലെ ഇന്ന് രാത്രിക്കുള്ള സപ്പർ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ലിറ്റിൽ വന്നത് കേട്ടോ. ഈ ഒരു സമയത്ത് ആ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ കഥ പറഞ്ഞു തരാം കേട്ടോ. നമ്മൾ ഈ കടയിലുള്ള എല്ലാ സാധനങ്ങളും കാണുന്നതിൻ്റെ ഒപ്പം ആ കഥ പറഞ്ഞു തരാം. അതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്, 2 പേര് വിവാഹിതരായിട്ട് വിവാഹ ജീവിതം ഡിവോഴ്സിൻ്റെ വക്കിലെത്തുന്ന സമയത്ത് അവരൊരു ജെസ്യൂട്ട് വൈദികനെ സമീപിക്കും. അപ്പോൾ ഈ ജെസ്യൂട്ട് വൈദികൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും മാതാവിനോട്. അപ്പോൾ ഈ കല്യാണത്തിൻ്റെ സമയത്ത് അയാളും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടിയിട്ട് ഒരു റിബൺ കൊണ്ട് ടൈ ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ യൂണിറ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഡിവോഴ്സ് ആവാനായിട്ട് ചിന്തിക്കുന്ന സമയത്ത് ആ റിബൺ അദ്ദേഹം ഈ ജെസ്യൂട്ട് വൈദികനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്തു, ആ റിബൺ എടുത്ത് മാതാവിൻ്റെ എന്താ പറയുക പിക്ചറിൻ്റെ അടുത്ത് വെച്ചിട്ട് പ്രാർത്ഥിച്ചു. ഈ ഇതിനകത്തുള്ള കുരുക്ക്, ആ ടൈസൊക്കെ കെട്ടുപാടുകളൊക്കെ അഴിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് ആ റിബണിലുള്ള കെട്ടുകൾ സ്വാഭാവികമായിട്ട് അഴിഞ്ഞു വന്നു. അതേസമയം തന്നെ ആ റിബൺ പെട്ടെന്ന് വൈറ്റ് കളറായി. അങ്ങനെ ആ ഭർത്താവും ഭാര്യയും മാനസാന്തരപ്പെട്ട് ജീവിതത്തിലേക്ക് വന്നു. അപ്പോൾ അവരുടെ ഗ്രാൻഡ്സൺ, അവരുടെ കൊച്ചുമകൻ വലുതായി കഴിഞ്ഞപ്പോൾ അവൻ ഈ പിക്ചർ അവന് വേണമെന്ന് പറഞ്ഞിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ ആ പിക്ചർ അവൻ സൂക്ഷിച്ചു. അത് അവൻ ഈ ചർച്ചിൽ ഓഫർ ചെയ്തതാണ്. ഒറിജിനലായിട്ടുള്ള ആ പിക്ചറാണത്. അപ്പോൾ ആ പിക്ചറിൽ നമുക്ക് കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. ചീസിൻ്റെ സെക്ഷനിൽ ഒരു മധുരമുള്ള ചീസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ ഇന്നലെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് തപ്പി നടക്കുകയാണ് ഇപ്പോൾ. അതേ തപ്പുന്നു. ഇത് ഫുള്ളും വെറൈറ്റി ചീസുകളാണ് കേട്ടോ, ചീസിൻ്റെ സെക്ഷൻ. എന്നിട്ട് നമ്മളിവിടെ പറഞ്ഞു നിർത്തിയേ, മാതാവിൻ്റെ പിക്ചർ അവിടെ ഓഫർ ചെയ്തു. അപ്പോൾ ആ പിക്ചറിലിപ്പോൾ നമ്മൾ കാണുന്നത് ഒരു സൈഡിൽ ഒരു മാലാഖ, ആ മാലാഖയുടെ കയ്യിൽ കെട്ടുകളുള്ള റിബൺ ഭാഗം. ഇനി മാതാവ് കെട്ടുകൾ അഴിച്ചിട്ട് വേറൊരു മാലാഖയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള കുരുക്കുകൾ, ബന്ധനങ്ങൾ, കെട്ടുപാടുകൾ ഒക്കെ അഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് മാതാവിനെ മധ്യസ്ഥ അപേക്ഷിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ മാതാവ് സർപ്പത്തിൻ്റെ തലയെ തകർക്കുന്ന, അതായത് പിശാചിനെ എന്താ പറയുക ചവിട്ടി താഴ്ത്തുന്ന ഒരു ശക്തി മാതാവിനുണ്ടെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് പിശാചിൻ്റെ തലയെ തകർക്കുന്ന ഒരു ചിത്രം കൂടിയാണത്. ഇത് ഒറിജിനൽ ഫ്ലവർ ആട്ടോ, നല്ല ഭംഗിയുള്ള ഫ്ലവർ. എല്ലാം ജമന്തി വെറൈറ്റികളാണ്. നമ്മുടെ നാട്ടിലെ ജറപറ അതിൻ്റെ കുട്ടിയാണത്. ഇവിടെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, ഇൻഡോർ പ്ലാന്റുകളൊക്കെ ആയിരിക്കും. കുറേ ചെടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ചെടി നമ്മുടെ വീട്ടിലുണ്ട്, പക്ഷെ നമ്മുടെ വീട്ടിൽ ഇതുപോലെ പൂ ഉണ്ടായിട്ട് കുഞ്ഞു കുഞ്ഞു ബൾബായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അറിയില്ലായിരുന്നു ഇത് ഇങ്ങനെ നിറയെ ഉണ്ടാവുന്നു. നല്ല ഭംഗിയില്ലേ, ഇലയുടെ മുകളിലൊരു പൂ ആയിട്ട് നിൽക്കണു. ഇതേപോലെ നമ്മുടെ വീട്ടിൽ പൂത്ത് നിൽക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് അറിയില്ലായിരുന്നു അത് പൂവാണെന്നുള്ളത്. ഇത്രയും വലുപ്പത്തിൽ കണ്ടപ്പോഴാണ് മനസ്സിലായി. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ കാണിക്കാം കേട്ടോ. നമ്മുടെ റെഡാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇങ്ങനെ കുഞ്ഞതായിട്ട് നിൽക്കണം നമ്മുടെ വീട്ടിൽ. അപ്പം എനിക്ക് മനസ്സിലായില്ല അത്. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എനിക്കൊരു ഫ്രണ്ട് തന്നതായിരുന്നു ചെടി. അങ്ങനെ ഇന്നത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയി വീണ്ടും ഗ്രില്ലൊക്കെ ഉണ്ടാക്കി കഴിച്ച് നമ്മൾ കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് നമ്മൾ പതിവ് ബ്രെഡ് വെറൈറ്റികളും അതുപോലെ ചീസും മുന്തിരിയും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അവർ മെയിൻ ഫുഡ് കഴിയുമ്പോൾ ചീസും മുന്തിരിയൊക്കെ കഴിക്കും. നമ്മൾ ജർമ്മനിയിലെ ഓസ്ബുർഗിൽ നിന്ന് കെംപ്റ്റനിലേക്ക് പോകാം കേട്ടോ. നമ്മൾ ട്രെയിനിലാണുള്ളത്. ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചു തരാം. നല്ല വെയിലാട്ടോ.
ഇന്നലെ ഭയങ്കര മൂടലായിരുന്നു. ഇപ്പോഴാണ് വെയിൽ വന്നത്. മിനിഞ്ഞാന്ന് നമ്മൾ ഇത്ര നേരം മൂടലായി. ജർമ്മനിയിൽ എത്തിയപ്പോൾ നല്ല വെയിലായിരുന്നു. എത്ര നേരം കുറച്ച് ഇന്നലെ ഫുൾ ഡേ കരഞ്ഞ പോലെയായിരുന്നു, മഴയൊന്നും പെയ്തില്ല. ഇവിടെ സ്റ്റേഷനിൽ നിന്ന് കയറുമ്പോഴൊക്കെ അവിടുന്ന് കുറച്ച് കിലോമീറ്ററുകൾ കടന്നു ഭയങ്കര കോടയായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ നല്ല വെയിലായി. വാണിംഗ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇവിടെ നല്ല വെയിലാണ്. എന്ത് രസമാണ് കാണാൻ. കൂടാതെ ഓരോ സ്ഥലത്ത് ഓരോന്നുണ്ടാവും. പോലെ ലൈൻ വീടല്ല, അത് മറ്റേ ഹീറ്റിംഗ് സിസ്റ്റത്തിനുള്ളതായിരിക്കും. ഹീറ്റിംഗ് സിസ്റ്റത്തിനുള്ളത്. മല നിരത്താതെ തന്നെ വീടുകൾ ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായി പണിതിരിക്കുക. സോളാർ പാടം. ഇവിടെ കുറേ സോളാർ ഇൻസ്റ്റാളേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല സൂപ്പറായിട്ട് ഇവിടേക്ക് നിന്ന് ഫോട്ടോ എടുക്കാൻ എന്ത് രസമായിരിക്കും അല്ലേ. ഓ എന്തൊരു ഭംഗിയാ. അപ്പോൾ നമ്മളങ്ങനെ കെംപ്റ്റൺ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അവിടെ നിന്ന് നമ്മുടെ ഒരു സുഹൃത്ത് വന്ന് നമ്മളെ കൊണ്ടുപോവാണ്. നമ്മൾ കാറിൽ കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് ഓസ്ട്രിയ ആണ്. ഓസ്ട്രിയ ഇതിൻ്റെ ഒരു ബോർഡർ രാജ്യമാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ ഓസ്ട്രിയ എന്ന് പറഞ്ഞ രാജ്യത്ത് കയറിയിട്ട് ഒരു ഹൈലൈൻ 179 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കുന്നിൽ നിന്ന് വേറൊരു കുന്നിലേക്ക്, നമ്മുടെ നാട്ടിലേക്ക് നൂൽപ്പാലം എന്നൊക്കെ പറയില്ലേ, ഇങ്ങനെ ആട്ടുപാലം, അങ്ങനത്തെ പാലത്തിൽ കൂടെ നടന്ന് മറ്റേ കുന്നിലേക്ക് നമുക്ക് റോഡ് താഴെ നാഷണൽ ഹൈവേ ആണ്, പക്ഷെ മുകളിൽ കൂടെ നമുക്ക് ക്രോസ് ചെയ്ത് പോകാം ഈ പാലത്തിൽ കൂടെ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഓസ്ട്രിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എന്താ പറയുക, മൊബൈലിലേക്ക് നമുക്ക് നമ്മുടെ സിമ്മിൻ്റെ മെസ്സേജ് വരും. നമ്മൾ ഈ രാജ്യം ജർമ്മനിയിൽ നിന്ന് നമ്മൾ ഓസ്ട്രിയ എന്ന് പറഞ്ഞ രാജ്യത്തേക്ക് കയറുമ്പോൾ നമുക്ക് മെസ്സേജ് വരും കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഓസ്ട്രിയ എന്ന രാജ്യത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഞാനിതെല്ലാം എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് നമ്മൾ സംസാരം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. കാരണം നമ്മൾ വണ്ടിയിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. റോയിറ്റെ ഹൈലൈൻ ഓസ്ട്രിയയിൽ.
ഹൈലൈൻ 179 എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ആഹാ. അതായത് ടിക്കറ്റ് കൗണ്ടറാണ് കേട്ടോ. ഒരു ടിക്കറ്റ് എടുക്കാൻ കയറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഈ മലയിൽ നിന്ന് ഈ മലയിലേക്കൊരു പാലമാണിത്. നമ്മൾ ഇതിലൊന്ന് കയറി എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. നല്ല വെയിൽ, ദൈവം സഹായിച്ച് നല്ല വെയിലുണ്ട് കേട്ടോ. കണ്ടോ, കയറി പോകുന്നത് ഇങ്ങനെയാണ്. ഇതിൽ കൂടെയാണ് നമ്മൾ കയറി പോവാൻ മുകളിലേക്ക്. എന്നിട്ട് നമ്മളൊരു മലയിൽ നിന്ന് തിരിച്ച് മറ്റേ മലയിലേക്ക് പോകും. എസ്കലേറ്റർ പോലത്തെ ഒരു സംവിധാനമാണ്, ലിഫ്റ്റാണ്. കണ്ടോ, എസ്കലേറ്റർ അല്ല, ലിഫ്റ്റാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ അത്യാവശ്യം. പക്ഷെ വെയിലുള്ളതുകൊണ്ട്, എനിക്ക് ഭയങ്കര വെയിലുള്ളതുകൊണ്ട് അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം പോലെയാണ് ഫീൽ ചെയ്യണേ. കാരണം ഇന്നലെ ജർമ്മനിയിൽ ഞങ്ങളുള്ളപ്പോൾ ഫുള്ള് ഫോഗായിരുന്നു. നമുക്ക് പുറത്തേക്ക് പോകാൻ തോന്നാത്ത പോലെ ഫോഗായിരുന്നു. പക്ഷെ ഇന്നത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ശരിക്കും അത് വെയിലായി. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ദൈവത്തിന് നന്ദി. അപ്പോൾ നമ്മൾ ഓസ്ട്രിയ എന്നൊരു സംഭവം ഇല്ലായിരുന്നു. പിന്നെ അങ്ങനെ ദൈവം അനുഗ്രഹിച്ച് നമ്മൾ ബോർഡറിൽ വന്നത് കാരണം നമുക്ക് ഓസ്ട്രിയ എന്ന് പറഞ്ഞൊരു കൺട്രിയിലേക്കും കൂടി കാലുകുത്താൻ പറ്റി. അതിനൊക്കെ നിമിത്തമായ ഒരുപാട് കരങ്ങളുണ്ട് കേട്ടോ എല്ലാവർക്കും. എല്ലാവരും ദൈവം നിയോഗിക്കുന്നതാണ്. അവർക്കും ദൈവത്തിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിത് ആസ്വദിക്കുകയാണ്. ലിഫ്റ്റ് ഒരു കൂട്ടരെയും കൊണ്ട് താഴെ വന്നിട്ടുണ്ട്. നമ്മളാണ് അടുത്തത് കയറി പോകാൻ പോകണം. അപ്പം നമ്മളങ്ങനെ ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് പോകട്ടോ. ഒരു മലയുടെ മുകളിലേക്ക് പോവാണ്. ആ മലയിൽ നമ്മൾ ആട്ടുപാലത്തിക്കൂടെ അടുത്ത മലയിലേക്ക് കടക്കും. നമ്മൾ അടുത്ത മലയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ക്യാസിലാണുള്ളത്. രാജാക്കന്മാർ വേനൽക്കാലത്തൊക്കെ വന്ന് റെസ്റ്റ് എടുത്തിരുന്നൊരു സ്ഥലമാണ് ഈ മലയുടെ മുകളിൽ. അപ്പോൾ അവിടെ താഴത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും പീരങ്കിയൊക്കെ വെച്ച് ശത്രുക്കൾ ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള സംവിധാനങ്ങളുമൊക്കെ ആയിട്ട്. ക്യാസലിൻ്റെ മുകൾ ഭാഗം ഇടിഞ്ഞു പോയി. ബാക്കിയുള്ള ഭാഗം അവിടെ നിലനിർത്തിയിട്ടുള്ളത് അവരിപ്പോൾ ക്രിസ്മസ് ആയിട്ട് ഭയങ്കര പരിപാടിയൊക്കെയാണ് അവിടെ. ഇത് എന്താ പറയുക, ക്രിസ്മസിൻ്റെ ഡെക്കറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ചെന്നപ്പോൾ. അപ്പോൾ നമ്മൾ ഈ നൂൽപ്പാലത്തിൽ കൂടെ പോയി ആ ക്യാസലൊക്കെ കണ്ട് തിരിച്ചിറങ്ങി വരുന്നുണ്ടോ. തിരിച്ചത് തന്നെ നമ്മൾ വരണം. 1250 Meter zur höchsten Festung, dem Schlosskopf, mit einem 1 Kilometer langen Panorama-Rundweg und einzigartigen Fotospots. From the Homberg stop, you can reach the Highline 179, the Castle Ehrenberg ruins with magnificent views over Reutte, the exhibition in the Homberg, and the topliner element. വേണ്ട ക്രിസ്മസിന് വേണ്ടിയിട്ട് എല്ലാം ഡെക്കറേഷൻ ആണല്ലേ. ക്രിസ്മസിന് വേണ്ടി ഡെക്കറേഷൻ വെച്ചേക്കുന്ന ഉണ്ടകളും വെച്ചിരിക്കുന്നത് ലൈറ്റ്. ഇവിടെ ഫെസിലിറ്റീസ് ഉണ്ട്. നമുക്ക് തിരിച്ചു വരുമ്പോൾ ആവശ്യമുണ്ട്. പണ്ട് അല്ലേ. എന്നാലും അവരത് നിലനിർത്തിയിരിക്കുന്നത് സമ്മതിക്കണം കേട്ടോ. പഠിക്കുക. ഇത് നമ്മുടെ അവിടെയൊക്കെ ചെയ്യാൻ നല്ലതാല്ലേ. പള്ളികളിലൊക്കെ ലൈറ്റ് ഇട്ടാൽ പൊളിയായിരിക്കില്ലേ. വലിയ പരിപാടിയില്ല. അത് സിൽവർ, എന്താ അത്, പേപ്പറാണോ? മറ്റേ മെറ്റലിക്കാണല്ലേ. അലുമിനിയം. നൈസ് ഐഡിയ കേട്ടോ. വലിയ പണിയൊന്നുമില്ല. അതിൽ ചുറ്റിയേക്കുവാ. പക്ഷെ സംഗതി കൊള്ളാം. നമ്മുടെ അവിടെ ക്രിബിൻ്റെ ആയിരിക്കും. ഫോട്ടോ എടുക്കാനായിട്ട്. ക്രിബിൻ്റെ അല്ല, ആൾക്കാർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്
ചിറകിൻ്റെ മുമ്പിൽ നിന്ന് ആ കൈ വിരിച്ചു പിടിച്ചാൽ നമ്മളും മലാകയായി. തുടങ്ങാം പാലം. ആൾക്ക് ഹൈറ്റ് ഫോബിയ ഉള്ള ആളാണ് കേട്ടോ. അതുകൊണ്ട് അങ്ങോട്ട് പോകാനായിട്ട് ഭയങ്കര മടിയായിരുന്നു. ഇതിൽ തന്നെ തിരിച്ചു വരണല്ലേ എന്ന് ചോദിച്ചിട്ടാണ് പോകുന്നത്. 2 കൈയൊക്കെ പിടിച്ച ആൾ യാത്ര സ്റ്റാർട്ടായിട്ടുണ്ട്. കാരണം ഈ പാലം കുറേ ആളുകൾ നടക്കുമ്പോൾ ഇങ്ങനെ കുലുങ്ങും ചെയ്യും. താഴേക്ക് നോക്കുമ്പോൾ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുകയല്ല. അപ്പോൾ നമുക്കിങ്ങനെ ഭയങ്കര ഒരു ഇത് തോന്നും. കാരണം താഴെയും വല പോലെ തന്നെ നമുക്ക് റോഡൊക്കെ കാണാം സുന്ദരമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ആളിങ്ങനെ ഒരു കയ്യിലായിട്ടുണ്ട്. ഇത്രയും നീളത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഒറ്റക്കൈയിലായി ആൾ. എന്ത് തോന്നുന്നു ഇവിടെ എത്തിയപ്പോൾ? എന്താ തോന്നണ? കഴിഞ്ഞപ്പോൾ എന്ത് തോന്നി? ഇനി തിരിച്ചു പോകണല്ലോ എന്നുള്ള ടെൻഷൻ. ഇവിടെ നിന്ന് വീണ്ടും ഈ നമ്മുടെ ലിഫ്റ്റിൽ തന്നെ കയറിയിട്ട് വീണ്ടും നമ്മളതിന് പേ ചെയ്യണം. നമുക്ക് അതിൻ്റെ മലയുടെ ടോപ്പിലേക്ക് പോകാൻ പറ്റും കേട്ടോ. ഒരു സെക്ഷൻ കൂടെ ഉണ്ട് ലിഫ്റ്റ്. പക്ഷെ അത് അവിടുന്ന് മുകളിൽ പനോരമ വ്യൂ എന്ന് മാത്രം. മൊത്തം ഈ ഇവിടുന്ന് ഹോസ്പിറ്റലുണ്ട്. ഇതിന്റെ പേരാണ് ഹൈലൈൻ 179 എന്നാണ് ഈ പാലത്തിന്റെ പേര്. അയ്യോ അത് പറയാൻ ഫ്രീ വൈഫൈ ഉണ്ട്. ഫ്രീ വൈഫൈ മലമുറപ്പിച്ചിരിക്കുന്ന സ്ട്രോങ് കമ്പികളൊക്കെ കണ്ടോ? നല്ല വ്യൂ ആണ് കേട്ടോ. ഇവിടെ നിന്ന് നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിലും ഭയങ്കര സൂപ്പറായിട്ടാട്ടോ അവർ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. എന്നെ എടുത്ത ഈ ഒരു ഫോട്ടോ ഞാൻ എവറസ്റ്റ് Heute haben wir gesagt, gehen wir untertags mal her, weil ich mein letzter Urlaubstag bin. ഞാൻ താഴേക്ക് നോക്കി അവിടെ നിന്ന്. കോർണറിൽ അവിടുന്ന് അതിൻ്റെ ഒരു ഫോട്ടോ നല്ല രസമായിട്ട്. സന്ധ്യാസമയം മ്യൂസിക് മരം. അമ്മേനെ ഡാറ്റയൊന്നും നല്ല കുന്നാണ് കേട്ടോ. ഞാൻ കതച്ച് അതിൻ്റെ ടോപ്പ് വരെ നമുക്ക് കയറാൻ പറ്റുമേ. ഇതാ കാസലിൻ്റെ ഉൾഭാഗമാണ് മുഴുവൻ കരിങ്കല്ല് കൊണ്ട് പണിത്. ഇപ്പോൾ അവരത് കുറച്ചൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ക്രിസ്മസ് ഡെക്കറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വേറെ പ്രത്യേകിച്ച് അതിൻ്റെ ഉള്ളിലൊന്നും കാണാനൊന്നുമില്ല. അന്ന് കാലത്ത് ഈ മലയിൽ അവർ ഒരു സംവിധാനങ്ങളും സാഹചര്യങ്ങളും ഇല്ലാതിരുന്നപ്പോൾ ഇത്രയും ഭംഗിയായിട്ട് ഇതൊക്കെ പണിതു എന്നുള്ളതാണ് കാണിക്കുന്നത്.
beleuchtet. Und du hältst dich gut fest, wenn du jetzt runtergehst, ne? So gut fest. ഒന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ ലൈറ്റ്. അപ്പം നൈറ്റ് ഇതുണ്ട് ഇത് ചെറുത് ഇതുണ്ട് വണ്ടല്ല മറ്റേ കുളവിയാണ് കുളവി തേനീച്ച ഓരോരോ വെറൈറ്റി. ഇത് തേനീച്ചിരിക്കണം സാർ. ഇതിലിറങ്ങണം പൂക്കളും തേനീച്ച ഇതിലിറങ്ങണം. പിടിച്ചറിയാം ലൈറ്റ് അടിക്കണം. കമ്പിയിൽ പിടിച്ചോട്ടോ. കാലൊന്ന് സ്കിഡായാൽ കമ്പിയിൽ കൈ ഉണ്ടാവണം. മഞ്ഞാത്ത ഒരു മണിക്ക് ഇതിനകത്തൂടെ ഈ വെള്ളം ഒഴുകിയിട്ട് അതിങ്ങനെ ഫ്രീസ് ചെയ്തിരിക്കും. ആ എടുക്കണ്ട്. തെന്നും അപ്പോ ഇപ്പൊ തന്നെ ഇങ്ങനെ വെള്ളം ആ എവിടെന്ന വെള്ളം ഇറ്റുന്നുണ്ട്. കണ്ട വെള്ളം മഞ്ഞാത്ത കുറച്ചും കൂടെ കൂടുതൽ ഉറവുണ്ട്. ഇത് അന്ന് വേണതല്ലേ അല്ലേ? 400 ഓ എത്ര ദൂരം പോകില്ലേ? നല്ല ദൂരത്തിൽ പോകും. വലിയ ദൂരത്തിന്റെ കണക്കില്ല. ഇത് പ്രധാനമായിട്ട് ഇതാണ് ഈ ഇതിനകത്തൊക്കെ ശത്രുക്കളാരും കയറി വരുമ്പോൾ അവരെ അറിയണം അവർക്ക്. അതിനാണ് ഇവർ ഉയർത്തി വന്നിരിക്കുന്നത് തന്നെ സേഫ്റ്റിക്ക്. മേൽക്കൂരയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് മുകളിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ വരുമ്പോഴേ ഓൾറെഡി ഇവിടുന്ന് തന്നെ അവർ ഷൂട്ട് ചെയ്യും. ആ ഇതിവിടെ ഇതിൻ്റെ ഒരു സെക്ഷൻ സെറ്റപ്പായിരുന്നു. ഇവിടെ വെൽക്കം ഓൺ ബോർഡ് അത് പറയും. Bitte während der Fahrt an den Haltestangen oder Schlaufen festhalten. Please hold on to the handrails or loops whilst the lift is in motion. ഞങ്ങളിതാ വരുന്നേ. കേബിളിലാണ് മറ്റേ കൺട്രോൾ. കേബിളിൽ അങ്ങനെ നമ്മൾ ഓസ്ട്രിയയിലെ ഹൈലൈൻ 179 കണ്ടിട്ട് താഴേക്ക് അതേ ലിഫ്റ്റിൽ തന്നെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ പോകാൻ പോണത് ന്യൂയിഷ് വാങ്സ്റ്റെയിൻ എന്ന് പറഞ്ഞ ഒരു കൊട്ടാരമാണ്. ന്യൂയിഷ് വാങ്സ്റ്റെയിൻ കാസിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിളിൽ കാണാൻ പറ്റും. അത് 19-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന ഒരു കാസിലാണ്. ഇതേപോലെ തന്നെ അപ്പോൾ കാസിലേക്ക് നമുക്ക് പോകണമെങ്കിൽ അതിൻ്റെ താഴെ വരെ നമ്മൾ പോയിട്ട് അവിടെ നിന്ന് ഒരു മല കയറണം. ആ മലയിലേക്ക് നമുക്ക് ബസ്സിനാണ് കേട്ടോ പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി ന്യൂയിഷ് വാങ്സ്റ്റെയിൻ കൊട്ടാരം കാണാൻ വേണ്ടി പോവുകയാണ്. കണ്ണുകൊണ്ട് കാണുന്നത്ര ഭംഗി ക്യാമറയിൽ നമുക്ക് പറഞ്ഞ് അങ്ങനെ ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങോട്ടാണ് നമ്മൾ പോണത്. മുകളിൽ ഒരു സാധനം കണ്ടോ? കൊട്ടാരം.
നമ്മൾ കാസിലേക്ക് പോകാനുള്ള താഴ്വാരത്തിലെത്തി. ഇനി ഇവിടെ നിന്ന് നമുക്ക് ബസ്സിൽ അല്ലെങ്കിൽ കുതിരവണ്ടിയിലാണ് ഇപ്പോൾ മുകളിലേക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു ഫുഡ് ചെറുതായി കഴിച്ചിട്ട് ഇവിടുന്ന് പോകാമെന്ന് വിചാരിച്ചു. കൊട്ടാരത്തിലേക്ക് നമ്മൾ പോയില്ല കേട്ടോ. അകത്ത് നമുക്ക് കുറേ ആർക്കിടെക്ചർ, അതായത് ബൈസൻറ്റൈൻ, റോമൻ, അതേപോലെ തന്നെ അങ്ങനെ പലതരത്തിലുള്ള ഗോത്തിക്കൊക്കെ ചിത്രകലകളും ആർക്കിടെക്ചറൊക്കെ കാണാനാണ് ഉള്ളിലുള്ളത്. അതുകൊണ്ട് നമ്മൾ ഉള്ളിലേക്ക് പോയില്ല, കാരണം അത് തന്നെ ഒരു ദിവസം എടുക്കും. നമ്മൾ അവിടെയുള്ള ഒരു പാലം, അതൊരു വെള്ളച്ചാട്ടം, അവിടെ നിന്നിട്ട് നമ്മുടെ ഈ കൊട്ടാരത്തിൻ്റെ സീനറിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സീനറിയുടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ തിരിച്ചു വരികയാണ്. തിരിച്ച് വീണ്ടും നമ്മൾ അതേപോലെ തന്നെ ബസ്സിൽ കയറിയിട്ട് വേണം താഴ്വാരത്തിലേക്ക് വരാൻ. ഒരു തവണ പോയിണ്ടോ? വണ്ടയൊക്കെ വന്നാലേ പറ്റുള്ളൂ. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. നമ്മുടെ ജർമ്മനിയിലെ മൂന്നാമത്തെ ദിവസത്തിലേക്കായി. ശേഷം നമ്മളിന്ന് പോയി കിടന്നുറങ്ങുന്നു. അത് കഴിഞ്ഞ് ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചിക്കനും അതുപോലെ ഫ്രൈഡ് റൈസും ഒക്കെ ഉണ്ടാക്കി കഴിച്ചു. അങ്ങനെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം നമ്മളിതുപോലെ നേരം വെളുത്ത് വീണ്ടും ഒരു യാത്ര പോവുകയാണ് കേട്ടോ. ഇനി നമ്മൾ ചുമ്മാ ഈ ഗ്രാമപ്രദേശങ്ങളിൽ കൂടെ ഒന്ന് സന്ദർശിക്കാം. അതുപോലെ ഇവിടെയുള്ള ഗ്രാമത്തിലുള്ള പള്ളികൾ കാണാം. അങ്ങനെ ആ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുക. അങ്ങനെ അതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തൊരു ഭംഗിയാണെന്നറിയോ. ഇവിടേക്കൊക്കെ എനിക്ക് വിൻ്ററിൽ കയറി വരണം, ഈ 4 വീൽ ഡ്രൈവ് ഇല്ലാണ്ട്. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണതല്ലേ. വന്നപ്പോൾ ഇവിടുത്തെ എല്ലാ പള്ളികളിലും പൈപ്പ് ഓർഗൺ, ഇത് വലിയ ഓർഗണാണ് കേട്ടോ. ഇത് അവിടെ നിന്നിട്ടാണ് ഗായകർ കുർബാനയുടെ സമയത്തൊക്കെ ഗാനം ആലപിക്കുന്നത്. അവിടെ നിന്നിട്ട് ആ ഓർഗണൊക്കെ യൂസ് ചെയ്തിട്ട് ഭയങ്കര സംഭവമായിട്ടാണ് ചെയ്യുക. അത് ലോക്ക് ചെയ്തിട്ടതുകൊണ്ട് ഞങ്ങൾക്ക് മുകളിൽ പോയിട്ട് അത് പൈപ്പ് ഓർഗൺ കാണാൻ പറ്റിയില്ല, താഴേന്ന് കാണാനേ പറ്റുള്ളൂ. ഈ മണിയടി കേൾക്കുന്നതൊക്കെ ഇവിടുത്തെ പശുക്കളാണ് കേട്ടോ. അതിനെ തീറ്റാൻ വിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് മണിയടിച്ചുകൊണ്ട് പോകുന്നതാണ്. ഈ പശുക്കൾക്ക് വെള്ളം കൊടുക്കുന്നത് പോലും വണ്ടിയിൽ കൊണ്ടുവന്ന് ഒരു വലിയ തൊട്ടി പോലത്തെ സംഭവമുണ്ട്, അതിൽ വെള്ളം നിറയ്ക്കും. എന്നിട്ട് ഇങ്ങനെ ഒരു പൈപ്പ് പോലെ ഉണ്ട്, അതിൽ കൂടെ വെള്ളം വരുന്നതാട്ടോ പശുക്കൾ കുടിക്കുക.
അപ്പോൾ ഇത് ജർമ്മനിയിലത്തെ ഒരു ഗ്രാമത്തിലെ ഭംഗിയാണ് കേട്ടോ ഇത്. ദിവസം മുഴുവൻ ഞങ്ങൾ ഇവിടുത്തെ ഗ്രാമഭംഗിയൊക്കെ ആസ്വദിച്ച് നടന്നു. അങ്ങനെ പോയി ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. ഇതേ അടുത്ത ദിവസം പ്രഭാതമായിട്ടുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മൾ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഇപ്പോൾ അടുത്ത കാറിൽ കയറിയിട്ടുണ്ട്. നമ്മൾ സ്വിറ്റ്സർലൻഡിലേക്ക് പോവാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോയി സൂറിച്ച് വഴി പോയി. സൂറിച്ചിൽ നമുക്കൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണം. അവരുടെ വീട്ടിൽ നിന്ന് നമുക്കിന്ന് അടിപൊളി ഭക്ഷണം, എന്താ പറയുക, സപ്പറൊക്കെ അവിടെ നിന്നാണ് കഴിച്ചത്. അങ്ങനെ അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തു. അങ്ങനെ നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ നമ്മുടെ താമസ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി സ്വിറ്റ്സർലൻഡിലെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.